അൻവറിൻ്റെ കാര്യത്തിലൊരു അന്തിമ തീരുമാനമായിട്ടില്ല. കാരണം അത്രയ്ക്ക് എളുപ്പമെടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനമല്ല UDF സംബന്ധിച്ചിടത്തോളം PV അൻവർ ആവശ്യപ്പെടുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇഴഞ്ഞു നിൽക്കുന്ന PV അൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു പകൽ മുഴുവൻ നീണ്ട ചർച്ചകളുണ്ടായി. UDF ആണ് ചർച്ചകൾ പലതും നടത്തിയത്. PK കുഞ്ഞാലിക്കുട്ടിയെ PV അൻവർ നേരിൽ കണ്ട് നിലപാട് അറിയിച്ചു. അൻവറുമായി അടുപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുകയും ചെയ്തു. മുൻ KPCC അധ്യക്ഷൻ K സുധാകരനും ചർച്ചകളുടെ ഭാഗമായി. UDF ഘടകകക്ഷിയാക്കണം എന്ന നിലപാടിൽ അൻവർ ഉറച്ചു നിന്നതോടെ ഈ ചർച്ചകളെല്ലാം പൊളിഞ്ഞു പാളിച്ചായി. തൃണമൂൽ കോൺഗ്രസിനെ UDF മുന്നണിയിൽ എടുക്കുന്ന കാര്യത്തിൽ 48 മണിക്കൂറിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് അൻവർ പക്ഷം നിലപാട് കടുപ്പിച്ചത് ഇന്ന് രാവിലെ. ഇതോടെ കലങ്ങിമറിഞ്ഞത് UDF ക്യാമ്പാണ്. അൻവർ പോയാൽ പോട്ടെ എന്ന് ഒരു വിഭാഗം, ആ പോക്കിൽ നിലമ്പൂർ കൂടി പോകുമോ എന്ന ആശങ്ക പങ്കുവച്ച് മറുവിഭാഗവും. ഒടുവിൽ അൻവറിനെ അങ്ങനെ കൈവിടണ്ട എന്ന് ചർച്ചകൾ. 10 മണിയോടെ അൻവർ PK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ കാരാത്തോട് വീട്ടിലെത്തി. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ എന്താ പറയുക വിരാട് സാഹിബിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ വിഷയത്തിൽ തുടക്കം മുതൽ UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ചിരുന്ന വ്യക്തി അദ്ദേഹമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് ഈ വിഷയത്തിൽ ഞങ്ങളെടുക്കുന്ന തൃണമൂലെടുത്ത നിലപാടുകളെക്കുറിച്ചും വ്യക്തിപരമായി ഞാനെടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയുക സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പാർട്ടിയും ഒരു ലീഡർഷിപ്പുമാണ്. അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥ ചർച്ച നടത്തുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. എല്ലാം UDF ചർച്ച ചെയ്യട്ടെ. UDF ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകും, അതിലെന്താ സംശയം. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളൊക്കെ ഇപ്പോൾ ആശയവിനിമയം നടത്തി ഇനി പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് നേതാക്കന്മാരോട് സംസാരിക്കും. കഴിഞ്ഞില്ല. കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് അൻവർ ഒതായിലേക്ക് എത്തിയപ്പോഴേക്കും പുറകെ UDF നേതാക്കളും എത്തി. സുഹൃത്തുക്കളായ കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ, KPCC ജനറൽ സെക്രട്ടറി K ജയന്ത്, CMP നേതാവ് വിജയകൃഷ്ണൻ തുടങ്ങിയവരെത്തി. 1.5 മണിക്കൂർ ചർച്ച, സൗഹൃദ സന്ദർശനമെന്ന നേതാക്കൾ. ഞങ്ങൾ ഇന്നും തുടങ്ങിയല്ല, ഒരു 2-3 മാസമായി 3-4 മാസമായി ഞങ്ങൾ നിരന്തരം കൂടിക്കാഴ്ച കാണുന്ന നല്ല സുഹൃത്തുക്കളാണ്. അദ്ദേഹം UDF ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം UDF നേതൃത്വമാണ്. അൻവറിന്റെ ഉപാധികൾക്ക് വഴങ്ങാതെ വേണമെങ്കിൽ അൻവറിന് UDFുമായി സഹകരിക്കാമെന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയതോടെ PV അൻവർ പ്രതിരോധത്തിലായി. ഞാൻ 2 ഡേയ്സ് പറഞ്ഞല്ലോ, 1 ഡേ ആയിട്ടുള്ളൂ. അസോസിയേറ്റ് ഘടകകക്ഷിയാക്കി നിർത്താമെന്ന പഴയ വാഗ്ദാനം തന്നെ പുതുക്കുകയായിരുന്നു നേതാക്കൾ. അൻവർ UDFന് മുന്നിൽ വെച്ച സമയപരിധി തീരാൻ ഇനി 1 ദിവസം കൂടി ബാക്കിയുണ്ട്. പക്ഷേ UDF ഇപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി അൻവർ എന്തു ചെയ്യും? ടീം 24 നിലമ്പൂർ. PV അൻവറിനോട് ഈ ചോദ്യം വിപിൻ സി വിജയൻ ചോദിച്ചിരുന്നെങ്കിൽ അൻവർ എന്തും ചെയ്യും എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞെന്ന് വരും.